തിരുവനന്തപുരം വെള്ളറടയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. വെള്ളറട സ്വദേശി അരുളാനന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അഭിതേഷ് കുമാറാണ് മരണപ്പെട്ടത്. വീടിനുള്ളിലെ ജനാലയിലെ കമ്പിയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. കൈകൾ തുണികൊണ്ട് പിന്നിൽ കെട്ടിയ നിലയിലുമാണ് കണ്ടത്. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായും പോലീസ് സംശയിക്കുന്നു. ആത്മഹത്യ അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഞാൻ വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. രാവിലെ ഒരു 10:30 മണി സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഗ്രാമപഞ്ചായത്തിൻ്റെ അമ്പലം വാർഡിലെ മെമ്പർ വിളിച്ചാണ് ഈ വിവരം പറയുന്നത്. ഈ കുട്ടിയെയും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകി കിട്ടിയ ഒരു പയ്യനാണ്. അപ്പനും അമ്മയുമായിട്ട് നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നവനാണ്. സ്കൂളിലും നന്നായിട്ട് നല്ല പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നവനാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രാവിലെ അപ്പനും ഈ പയ്യന് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പൻ വിളയിൽ പോയി, അപ്പൻ മീൻ വാങ്ങാൻ പോയി. ഈ ക്യാപ്പിൽ 25-30 മിനിറ്റ് സമയം ദൈർഘ്യത്തിനിടയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഇത് നല്ലൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ മരണമെന്ന നിലയിൽ അതിലൊരു സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. GTV ന്യൂസ്, വെള്ളറട.